ആരൊന്നും വിചാരിക്കേണ്ട കേട്ടോ, നമ്മൾ ഗ്രില്ലും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ഊരി വെച്ചാണ്. അപ്പോൾ ഇതാണ് നമുക്ക് അടുത്തതായിട്ട് വർക്കിനുള്ള വണ്ടി. അത്യാവശ്യം മോഡലുള്ള വണ്ടിയാണ്. ഇതിൽ കുറച്ചധികം അപ്ഡേഷൻസ് നമുക്ക് ചെയ്യാനുണ്ട്. എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് മോഡൽ കൂടിയൊരു വണ്ടിയാണെന്നുള്ളത്. അപ്പോൾ 2015 ഇന്നോവയാണ് നമുക്ക് വർക്കിന് വന്നിട്ടുള്ളത് കേട്ടോ. കുറച്ച് അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നമുക്കൊരു വണ്ടിയിൽ ചെയ്യാനുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. ഗ്രില്ല് ഉണ്ടല്ലോ, ഗ്രില്ലൊക്കെ നമ്മൾ ഊരി വെച്ചാണ് കേട്ടോ. അപ്പോൾ വണ്ടി വന്ന പാടെ നമ്മൾ ഗ്രില്ലും കാര്യങ്ങളും നമുക്ക് ഡീക്രോം ചെയ്യാനുണ്ട്. അപ്പോൾ ഒന്ന് ഫാസ്റ്റാകാൻ വേണ്ടിയിട്ട് ഗ്രില്ലും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം ഊരി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബോണറ്റിൽ വരുന്ന ഒരു ഗാർണിഷും നമുക്ക് ഡീക്രോം ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ ഫോഗിൻ്റെ കവറും നമുക്ക് ഡീക്രോം ചെയ്യണം. അതേപോലെ തന്നെ പിന്നെ വലിയൊരു മാറ്റം എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രണ്ട് ഹെഡ് ലാമ്പ് യൂണിറ്റ് കണ്ടോ, ഈ ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റ് നമുക്ക് എന്ത് ചെയ്യണം, ആഫ്റ്റർ മാർക്കറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഫ്രണ്ട് പോർഷനിൽ നോക്കുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ വണ്ടിയിൽ ചെയ്യാനുള്ളത്. സൈഡ് പോർഷൻ നോക്കുമ്പോൾ നമുക്ക് മിറർ ഇൻഡിക്കേറ്റർ ഇല്ലാത്തൊരു വർക്കുകളാണ്. അപ്പോൾ നമുക്കൊരു മിറർ ഇൻഡിക്കേറ്റർ പാർക്ക് വരുന്ന ഒരു കവർ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. അത് നമുക്കൊരു ക്രോം ഫിനിഷിലാണ് വരും കേട്ടോ. നമുക്കത് എന്ത് ചെയ്യണം, ബ്ലാക്കിലേക്ക് അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. പിന്നീട് സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് അടിപൊളി സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ നമ്മളെ വണ്ടിയിലുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ടിൻറ്റ് ഓൾറെഡി വണ്ടിയിൽ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ വന്ന പാടെ അപ്പോൾ ഫാസ്റ്റായിട്ടുള്ള വർക്കുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാരണം ഡീക്രോമിന് എന്തെങ്കിലും സമയം എടുക്കും, പെയിൻറ്റും കാര്യങ്ങളും. അപ്പോൾ ടിൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ബാക്ക് പോർഷനിലും വരുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളാണ് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ ഡിക്കി ഗാർണിഷ് കണ്ടോ, നമ്മൾ ആ ഒരു ഡിക്കി ഗാർണിഷ് ഊരി മാറ്റിയിട്ടുണ്ട്. അത് നമുക്ക് ഡീക്രോം ചെയ്യാനാണ്. വേറെ സ്കേർട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ ആ സ്കേർട്ട് DRL ഉണ്ടല്ലോ, ഈ വരുന്ന റിയർ ബമ്പർ DRL നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അത് 3 ഫംഗ്ഷൻ, പാർക്ക്, ബ്രേക്ക്, ഇൻഡിക്കേറ്റർ, മെട്രിക്സോട് കൂടിയിട്ടുള്ള ഒരു ലൈറ്റ്സാണ് നമ്മൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യുക. അതേപോലെ തന്നെ റിയർ ടൈൽ ലാമ്പും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ റിയർ വൈഫ്രാം ബ്ലേഡും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മൾ ഈ ലോഗോസും നമ്മൾ ഓൾറെഡി ഡീക്രോം ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നോക്കുമ്പോൾ നമുക്ക് ഓൾറെഡി നല്ലൊരു സീറ്റ്സും കാര്യങ്ങളും ഒരു വണ്ടിയിലുണ്ട്. പക്ഷെ നമുക്കിതല്ല, ഇത് നമുക്ക് ക്ലോത്ത് ടൈപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് മാറ്റിയിട്ട് നമുക്കൊരു സെമി ലെതറിലുള്ള സീറ്റ്സാണ് ഈ വണ്ടിയിൽ ചെയ്യാൻ പോകുന്നത്. ചിലപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രണ്ടിൽ 2 സീറ്റ്സ് നമ്മളൊന്ന് ബക്കറ്റ് സീറ്റ് ആക്കും. നമ്മളൊരു ബട്ടർഫ്ലൈ ഡിസൈനിലേക്ക് നമ്മൾ ഈ 2 സീറ്റിന് നമ്മൾ കൺവേർട്ട് ചെയ്യും. വിത്ത് ഡുവൽ ഹെഡ്റസ്റ്റ് ആണ്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഗിയർ ബൂട്ടും അതേപോലെ ഈ ഒരു ആംഡ് സ്റ്റോപ്പ് കവറും നമ്മൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യും. അതേപോലെ തന്നെ സ്റ്റിയറിംഗ് നോക്കുമ്പോൾ നമുക്കൊരു പ്ലെയിൻ സ്റ്റിയറിംഗ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റിയറിംഗ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു സ്റ്റിയറിംഗ് സ്റ്റിച്ച് നമ്മളൊരു പ്രീമിയം ക്വാളിറ്റി തന്നെ ചെയ്യുന്നുണ്ട്. നിലവിൽ ഫ്ലോർ മാറ്റ് ഇല്ലാത്തൊരു വണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫോർമാറ്റ് നമ്മൾ PVC അല്ല ചെയ്യുന്നത്, ലെതർ ടൈപ്പ് ഫ്ലോർ മാറ്റാണ് നമ്മളൊരു വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. പിന്നീട് നമ്മൾ ഡോർ പാഡാണ് കണ്ടോ, ഡോർ പാഡിലും ഓൾറെഡി ക്ലോത്ത് ഉണ്ട്. പക്ഷെ നമ്മൾ മാച്ച് ആവാൻ വേണ്ടിയിട്ട് ഇൻറ്റീരിയർ ചെയ്യുന്ന സമയത്ത് ഈ ഡോർ പാഡും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സിസ്റ്റം കണ്ടോ, നമ്മൾ ടൊയോട്ടയുടെ ഒരു ഡബിൾ ഡിൻ സ്റ്റീരിയോ ഓൾറെഡി വണ്ടിയിലുണ്ട്. പക്ഷെ നമ്മളത് മാറ്റിയിട്ട് ഒരു ആൻഡ്രോയിഡും അതേപോലെ തന്നെ പാനൽ കംപ്ലീറ്റ് നമ്മളൊരു പോർഷൻ ബ്ലാക്കിലേക്കും കൺവേർട്ട് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ വണ്ടി ചെയ്യാനുള്ള മാറ്റങ്ങൾ. മെയിൻലി നോക്കുമ്പോൾ നമുക്ക് ഡീക്രോം, ഹെഡ് ലാമ്പ്, ടൈൽ ലാമ്പ്, ദെൻ നമ്മളെ ഇൻറ്റീരിയറിൽ കുറച്ചുള്ള അപ്ഡേഷൻസ്. അപ്പോൾ അങ്ങനെ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഫൈനലി നമ്മളെ ഇന്നോവയുടെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ് ലാമ്പ്, ടൈൽ ലാമ്പ്, അതേപോലെ തന്നെ ഡീക്രോമും പിന്നെ ഇൻറ്റീരിയറിൽ കുറച്ച് അപ്ഡേഷൻസ്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് നോക്കിയാലോ. ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മളെ ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ് ലാമ്പാണ് കേട്ടോ. ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ് ലാമ്പും നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ലോ ബീം, ഹൈ ബീം, അതിൻ്റെ ബൾബും നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ.
പിന്നീട് ഡീക്രോമാണ്. നമ്മൾ ആ ഒരു ക്രോം പാർട്ടിൽ വന്നിട്ട് ആ ഗിൽ യൂണിറ്റ് കംപ്ലീറ്റ് നമ്മൾ ഡീക്രോം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫോഗ് ലാമ്പിൻ്റെ ഈ ഒരു കവറും നമ്മൾ ഡീക്രോം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫോഗ് ലാമ്പിൻ്റെ ബൾബ് നമ്മൾ 3 കളറാണ് കേട്ടോ. അതിൻ്റെ ഷോർട്ട്സ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് ലുക്കിൽ നോക്കുകയാണെങ്കിൽ ഇത്രയും അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. പിന്നീട് നമ്മൾ സൈഡ് പോർഷനാണ് കേട്ടോ. സൈഡ് പോർഷൻ വരുമ്പോൾ നമ്മൾ ഈ സൈഡ് മിററിൽ നമുക്കൊരു വൈറ്റ് ടൈപ്പ് മിറർ ആയിരുന്നു, അതിന് കവർ പാർക്ക് ഇൻഡിക്കേറ്ററിന് കവർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സൈഡ് പോർഷനിൽ നോക്കുകയാണെങ്കിൽ ഒരു അപ്ഡേറ്റ് മാത്രമേ നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ളൂ. പിന്നീട് നമ്മൾ റിയർ പോർഷൻ ആട്ടോ. റിയർ പോർഷനിൽ നോക്കുമ്പോൾ നമ്മൾ വലിയൊരു മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മളിതിൻ്റെ ഡിക്കി ഗാർണിഷ് കണ്ടോ, വിത്ത് ലൈറ്റ് ആണ്. പാർക്ക് കണ്ടോ, നമ്മൾ പാർക്ക് ഒരു വൈറ്റ് വിത്ത് സ്കാനിങ് ആണ്. നമ്മൾ അത് ഓൺ ആക്കുന്ന സമയത്ത് ആ ഒരു പാർക്കറ്റ് കത്തുകയും ചെയ്യും, ജസ്റ്റ് സ്കാനിങ് ആയിട്ട് കത്തില്ല. പിന്നീട് നമുക്കിതിൽ ബ്രേക്ക് വരുന്നുണ്ട്. ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു റെഡ് ഫിനിഷിലാണ് അത് വരുന്നത് കേട്ടോ. ഇത് ക്രോമും നമ്മളെടുത്ത് അവൈലബിൾ ആണ്, അതേപോലെ തന്നെ ബ്ലാക്കും. നമ്മളൊരു വണ്ടിയിൽ ഡീക്രോം ആക്കിയോണ്ട് തന്നെ അതൊരു ബ്ലാക്ക് ഫിനിഷാണ് നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്ത്. പിന്നീട് നമ്മൾ ടൈൽ ലാമ്പ് യൂണിറ്റ് ആണ് കേട്ടോ. ടൈൽ ലാമ്പ് യൂണിറ്റിൽ വന്നിട്ട് നമുക്ക് ഇത് പാർക്കാണ്. പിന്നെ നമുക്ക് ബ്രേക്ക് വരുന്നുണ്ട് കണ്ടോ, ബ്രേക്ക് വരുന്നത്. അതേപോലെ തന്നെ ഇൻഡിക്കേറ്റർ കണ്ടോ, ഈ പോർഷനിൽ നമുക്ക് ഇൻഡിക്കേറ്റർ നമുക്ക് നോർമൽ ബൾബാണ് വരുന്നത്. പിന്നീട് നമുക്കിൽ വരുന്നത് റിവേഴ്സാണ് കേട്ടോ. റിവേഴ്സ് ഈ പോർഷനിൽ റിവേഴ്സ് ലാമ്പാണ് വരുന്നത്. അതേപോലെ തന്നെ പിന്നീട് നമുക്ക് നോക്കുമ്പോൾ നമ്മൾ റിയർ ബമ്പർ റിഫ്ലക്ടർ കത്തുന്ന ആ ഒരു റിയർ ബമ്പർ റിഫ്ലക്ടറാണ്. 3 ഫംഗ്ഷനാണ് കേട്ടോ. ഫസ്റ്റ് കണ്ടോ, നമ്മൾ ഓൺ ആക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് സ്കാൻ ആവും കണ്ടോ. പിന്നീട് നമുക്കിത് ബ്രേക്കാണ് വരുന്നത് കേട്ടോ. ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കത്തി നിൽക്കും. പിന്നീട് ഇൻഡിക്കേറ്റർ കണ്ടോ, ഇൻഡിക്കേറ്റർ നമുക്കൊരു ആരോ മാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ ഇതിൻ്റെ ക്യാമറ, റിയർ ക്യാമറ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തു. അതേപോലെ തന്നെ റിയർ വൈഫർ നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്തു. അതേപോലെ ഈ ഒരു ബാഡ്ജ് ഉണ്ട് ടൊയോട്ടയുടെ, അത് നമ്മൾ ഡീക്രോം ചെയ്തു. അതേപോലെ 2.5G എന്നുള്ള ആ ഒരു ബാഡ്ജും കൂടെ നമ്മൾ അതിൻ്റെ അടുത്ത് ഇൻസ്റ്റാൾ ചെയ്തു. പിന്നീട് ഇതിൻ്റെ വലിയൊരു മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇൻറ്റീരിയറിലാണ് കേട്ടോ. ഇൻറ്റീരിയറിൽ സീറ്റ് കണ്ടോ, നമ്മളാ ഒരു ഡുവൽ ടോൺ കളറിലാണ്, കോഫി അതേപോലെ തന്നെ ബ്ലാക്ക് 2 കളറിൽ നമ്മളൊരു സീറ്റ് ചെയ്തിട്ടുള്ളത്. അത് ബട്ടർഫ്ലൈ ഡിസൈനിലാണ്. സ്റ്റിച്ച് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കണ്ടോ, ആ ഒരു സ്റ്റിച്ച് നമ്മൾ കണ്ടോ, ആ ഒരു ബ്രൗൺ ത്രെഡാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ആ ഗിയർ നോബ്, ഗിയർ ബോട്ട്, നമ്മളെ ആംബ്രസ്റ്റ്, അതേപോലെ തന്നെ നമ്മളെ ഹാൻഡ് ബ്രേക്കിൻ്റെ കവർ, ഇതേപോലെ നമ്മൾ സ്റ്റിയറിങ്ങും ചെയ്തിട്ടുണ്ട്. അതേപോലെ ബാക്ക് സീറ്റ്, ഡോർ പാഡ് വിത്ത് ഫ്ലോർ കണ്ടോ, ഫ്ലോർ മാറ്റ് കണ്ടോ, ഫ്ലോർ മാറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്കൊരു ഡയമണ്ട് 2K ആൻഡ്രോയിഡും കൂടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ വണ്ടിയിൽ ചെയ്തിട്ടുള്ള മാറ്റങ്ങൾ കേട്ടോ. മെയിൻലി ഞാൻ പറഞ്ഞു ഹെഡ് ലാമ്പ്, അതേപോലെ തന്നെ ടൈൽ ലാമ്പ്, ഡീക്രോം, അതേപോലെ ഇൻറ്റീരിയറാണ്. കാരണം ഇൻറ്റീരിയർ സീറ്റൊക്കെ വളരെ നല്ല രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വർക്കിനും കാര്യങ്ങളൊക്കെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്ന കാര്യം. അപ്പോൾ ഇനി മാക്സിമം നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യും.